ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു കപ്പ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ ഇറച്ചി കഴുകിയെടുത്തു. പിന്നെ പഴയ പോലെ മസാലകളെല്ലാം നോർമൽ മസാല തന്നെയാണ്, വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ഉണ്ടാക്കുക. ബീഫ് ഉണ്ടാക്കി മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ആ മസാലപ്പൊടിയുടെ ചൂട് മണമൊക്കെ മാറി, പച്ച ചൊവ്വയൊക്കെ മാറി അതിലോട്ട് ഈ ഇറച്ചി തട്ടി കൊടുക്കുക. അതിനെ ഇളക്കി കൊടുക്കുക, അടച്ച് വയ്ക്കുക, വിസിലേപ്പിക്കുക. ഞാൻ കുക്കറിൽ എളുപ്പത്തിന് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വരട്ടി വേണമെങ്കിലും വെക്കാം, അതാണ് കുറച്ചൊരു ടേസ്റ്റ്. അങ്ങനെ ആവാം. അതിനുശേഷം ഞാൻ മരച്ചീനി വേവിക്കാൻ വെച്ചു. പിന്നെ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം തേങ്ങാക്കൊത്ത്, അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മസാലകൾ എണ്ണയിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ച് കോരുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് തേങ്ങ നന്നായിട്ട് മൂത്തുപോയി, അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി ഒന്നേന്ന് ചെയ്തു. അതിനെ ഞാൻ പിറ്റേ ദിവസം തീയലിന് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ, കളഞ്ഞൊന്നുമില്ല. അത് മരിച്ചിനി അത് അവിടെ ആയിട്ടുണ്ട്. അതേസമയം ഇങ്ങനത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് മൂപ്പിക്കാൻ വെക്കുകയാണ്. തേങ്ങ നന്നായിട്ട് മൂത്തതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. കറുമുറ് അതാണ് അതിൻ്റെ പരുവം. ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിൽ ബീഫ് തട്ടി ആ മരച്ചീനിയും തട്ടി കുറച്ച് മല്ലിയില തൂകി ഈ തേങ്ങ കൊത്തിട്ട്, എവിടെ തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത്, അതിന് മുന്നേ തേങ്ങാപ്പൊടി, അതേ നമ്മുടെ ഇഷ്ടം ഏത് വേണമെങ്കിലും ഇടാം. തേങ്ങാക്കൊത്തും തേങ്ങാപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് സമയം ദമ്മിലോട്ട് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്ക് റെഡി ആവും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഉള്ളിയൊക്കെ തൂകിയ ഒരു ഭംഗിയൊക്കെ, ടേസ്റ്റും കറുമുറാന്ന് ഉള്ളി കടിക്കാൻ കിട്ടിയ ഒരു ടേസ്റ്റാണ്. ഞാനത് സെർവ് ചെയ്യാണ്, ഒരു ഭംഗിക്ക് സെർവ് ചെയ്യാണ്. സലാഡാണ് അതിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെ മോക്ക് കഴിക്കാൻ കൊടുത്തു. അവൾ സൂപ്പർ അമ്മയെന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് ബീഫ് ഇഷ്ടമാണ്. പിന്നെ ഞാൻ കഴിക്കണം. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ ഇരുന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയതുട്ടോ. നല്ല വെന്ത്, കപ്പയൊക്കെ നല്ല വെന്ത്. അധികം എരിയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ കണക്കിന് ഉണ്ടാക്കാം. ഞാൻ അധികം എരിയൊന്നും ചേർത്തിട്ടില്ല ഇതിന്. പിള്ളേർ കൂടെ കഴിക്കണമല്ലേ, അതുകൊണ്ട് അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗം.